പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 3 പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി. 6-ാം പ്രതി കിരൺ, 8-ാം പ്രതി ഷഫീഖ്, 17-ാം പ്രതി വൈശാഖ് എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, എന്ത് കാരണങ്ങൾ കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്? അത് ഇക്കാര്യത്തിൽ പ്രധാനമായും ഈ കേസിന്റെ ഗ്രാവിറ്റി അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയത്. നേരത്തെ ഈ പ്രതികൾ കുറച്ചുപേരുടെ ആന്റിസിപ്പേറ്ററി ബെയിലും കോടതി തള്ളിയിരുന്നു. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കേസിന്റെ ഗ്രാവിറ്റി ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ മാത്രവുമല്ല, ഈ ജോലിയുടെ ഭാഗമായുള്ള ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തലാണ്. മാത്രവുമല്ല, ഇതിന്റെ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ, പ്രതികൾ ആക്രമിക്കുന്നതിന്, സംഘടിതമായി ആക്രമിക്കുന്നതിന് ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ അത് പോലീസിന്റെ പക്കലുണ്ട്. മാത്രവുമല്ല, കുറ്റപത്രം ഇതുവരെ കോടതിയിലേക്ക് എത്തിയിട്ടില്ല. കൂടാതെ കേന്ദ്ര ഏജൻസികളടക്കം ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ ജാമ്യത്തെ എതിർത്തുകൊണ്ട് കോടതിയിൽ അവതരിപ്പിച്ചത്. അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് 6-ാം പ്രതി കിരൺ, 8-ാം പ്രതി ഷഫീഖ്, 17-ാം പ്രതി വൈശാഖ് എന്നിവരുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആകെ ഈ കേസിൽ 1 മുതൽ 25 വരെയുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. കസ്റ്റഡിയിൽ വാങ്ങിയവരുടെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. നിലവിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അവർ ഉടൻ തന്നെ കുറ്റപത്രം നൽകാനുള്ള നീക്കവും നടത്തുന്നുണ്ട്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.